അതായത് നമ്മൾ മാംഗ്ലൂർ പോയിട്ട് ഉള്ളാള ദർഗയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. വരുന്ന വഴിക്ക് എൻ്റെ മുമ്പിലൊരു KSRTC ബസ്സുണ്ട്, കുമ്പള ടോൾ പ്ലാസിൻ്റെ അടുത്തും. ആ ബസ് പാസ്സായത് എൻ്റെ ടോൾ കട്ടായി. എൻ്റെ വണ്ടിയുടെ ഓൾമോസ്റ്റ് മിഡിലായിട്ട് ഗ്ലാസ്സിലോട്ട് ഇത് വീണു. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് വീണു എൻ്റെ ഇതിലോട്ട്. വീണപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് സംസാരിക്കുന്നു. അവിടെ ഒരാളും മലയാളികളായിട്ട് ആരുമില്ല, ഹിന്ദിക്കാരാണ് ഫുള്ളുള്ളത്. ഞാൻ പറയുന്നവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചില സമയത്ത് മനസ്സിലാകുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ ഒന്നും കേൾക്കുന്നില്ല, വണ്ടി എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ടൊരു പോലീസുകാർ വന്നു. പോലീസ് ഞാൻ പറയുമ്പോൾ അവരൊന്നും ഇന്ന് പറ്റൂല, സംസാരിക്കാൻ പറ്റൂല, വണ്ടി എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിയിലേക്ക് ഇത് പറ്റിയിട്ടുണ്ട്, എനിക്ക് അതിനുള്ള ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല പറ്റൂല, വണ്ടി എടുത്ത് മാറ്റുമെന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ പോലീസ് കുറേ ആൾക്കാർ വന്ന് എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോയതാണ്, വലിച്ചെടുത്ത്. എൻ്റെ കൈയൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ വേദനിക്കുന്നുണ്ട്, കാലൊക്കെ വേദനിക്കുന്നുണ്ട്. വണ്ടിയിൽ എൻ്റെ കുഞ്ഞുമാൻ്റെ കൈയാണെങ്കിൽ സർജറി ചെയ്ത് ഈ വിരലിങ്ങനെ സർജറി ചെയ്തിട്ടുള്ളതാണ്. ആ കൈയാണ് സുരേഷ് സാറ് പിടിച്ച് ഇങ്ങനെ കാറിൻ്റെ ഇതിലോട്ട് അടിച്ച് ഇപ്പോൾ കൈ അനക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ വരുന്ന വഴി വണ്ടിയിൽ ചെറിയൊരു കുഞ്ഞാണെങ്കിൽ ഫീഡിങ് ചെയ്യുന്ന കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞിക്ക് പോലും അവിടെ ഒരു ഇതും കൺസിഡറേഷൻ തന്നിട്ടില്ല. കുഞ്ഞുണ്ട്, ഞാൻ പറഞ്ഞു എൻ്റെ പ്രോബ്ലം ഒന്ന് അഡ്രസ്സ് ചെയ്യും നിങ്ങളൊന്ന് പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല. പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാതെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു കുഞ്ഞുണ്ട് കാറിൽ, അതൊന്ന് നീ അത് മനസ്സിലാക്കേണ്ടതല്ല, കുഞ്ഞുണ്ട്, നീ ഇങ്ങനെയാണ് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ പൊക്കിക്കൊണ്ടുപോയത്. അവിടെ ഈ ആദ്യം ഈ ടോളിലെ ജീവനക്കാർ നിങ്ങളോട് മോശമായിട്ട് അവർ എന്തോ ഹിന്ദിയിൽ എന്തൊക്കെയോ തെറി വിളിക്കുന്ന പോലെ സംസാരിക്കും. അതായത് നമ്മളെന്തോ വേറെ ആൾക്കാരെ പോലെ അവർ സംസാരിക്കുന്നത്. മലയാളം അവർക്ക് അറിയുന്നില്ല ഒന്നാമത്, പിന്നെ ഹിന്ദിയിലാണ് അവർ സംസാരിക്കുന്നത്. ഹിന്ദി നമ്മൾ അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ ഫുള്ളായിട്ട്. പോലീസ് സ്റ്റേഷനിൽ പോലീസും പോലീസ് പറയുന്നത് നിങ്ങൾ AC കാറിൽ വന്നിട്ട് നമ്മളെ ഇഷ്യൂസൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ AC ഇട്ടിട്ട് വന്നാൽ പോയാലും മതി, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മളാണല്ലോ ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് ഇതിലൂടെ പോകുന്നത്. ഞാൻ എൻ്റെ പേയ്മെൻറ്റ് അടിച്ചിട്ടാണ് ഞാൻ ടാക്സ് എടുക്കുന്നുള്ളത്. എല്ലാം ചെയ്തിട്ട് വന്നിട്ട് അവർ പറയാം നിങ്ങൾ AC-ലിട്ട് വന്ന് നിങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് പോയതൊന്നുമല്ല, നമ്മളെ കൺസേൺ അവിടെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള ഇതിലാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അത് പോലീസ് പറയുന്നതേ നിങ്ങളത് കുറേ നേരം അവിടെ ആദ്യം പോലീസുകാരെ വിട്ടു, അതിന് നിങ്ങൾ വണ്ടി മാറ്റിയില്ല, അപ്പം വലിയ ബ്ലോക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് CI വന്നത് എന്നാണ് പറയുന്നത്. CI വന്നിട്ട് CI എൻ്റെ ഭാഗമല്ല കേൾക്കുന്നുള്ളത്. CI പറഞ്ഞ് ഈ വണ്ടി എടുത്ത് മാറ്റടോ എന്നൊക്കെ എന്തൊക്കെയോ പറയാം. ഒരു മാതിരി ഞാനൊരു ക്രിമിനലിനെ പോലെ എന്നോട് സംസാരിക്കുന്നുള്ളത്. എനിക്ക് ഇതുവരെയായിട്ട് പോലീസിൽ ഒരു കേസോ എന്തോ നമ്മൾ നേരെ വരാമെന്നുള്ള രീതിയിലാണ് വരുന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഹാഷായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നോട് നീ ഇറങ്ങിപ്പോയിടുന്നെന്ന് പറഞ്ഞ് എന്നിട്ട് അവർ ഡോറൊക്കെ വലിച്ച് ഓപ്പണാക്കി എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. ഒരു 5-8 പോലീസുകാർ വന്നിട്ട് പൊക്കിയെടുത്ത് പോകും. ഞാൻ പറഞ്ഞു സാർ ഞാൻ നേരെ വരാം നിങ്ങളൊപ്പം, നിങ്ങൾ ഇങ്ങനെ ആക്കണ്ട, എൻ്റെ പ്രോബ്ലം ഒന്ന് നിങ്ങൾ അഡ്രസ്സ് ചെയ്യും. അതുപോലും ചെയ്യാതെ അവരെന്നെ വലിച്ചെടുത്ത് കൊണ്ടുപോയതാണ്. അതുകൂടാതെ എൻ്റെ കുഞ്ഞുമ്മയാണ് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നു. കുഞ്ഞുമ്മേൻ്റെ കൈയാണെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും, കൈ ഫുള്ളായിട്ട് പെയിനായിട്ട് സ്വെല്ലിംഗ് ആയിട്ടുണ്ട് അവിടെ. ബാക്കിയുള്ളവർ വണ്ടിയിൽ അവർ വിട്ടു. നമ്മളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും സമ്മതിക്കില്ല. എൻ്റെ ഫോണില്ല, 2 പേർക്കും ഫോണില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയോ എന്നെ അറിയുന്ന ആൾക്കാരും അവിടെ കണ്ടിട്ട് എൻ്റെ ഫാമിലീനെ ബന്ധപ്പെട്ടിട്ടാണ് ഇവരായിട്ട് ബന്ധപ്പെടുന്നത്. അത്രയും ടൈം ഞാൻ അവരോട് പറയുന്നുണ്ട്, ഒന്ന് എന്നെ ഫോണിൽ സംസാരിക്കാൻ സമ്മതിക്കും നമ്മളൊരു എന്താ പറയുക, ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് ഒരു ഇതും ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം അവർ കേൾക്കുന്നില്ല. അവർ ഫുള്ള് ഇങ്ങോട്ട് വന്നിട്ടാണ് സംസാരിക്കുക ചെയ്യുന്നത്. എന്താ പറയുക, എന്നെ ഒരുമാതിരി ക്രിമിനലിനെ പോലെ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതാണ്. എന്തായാലും ടോൾ ബൂത്തുകാരന് കാണിച്ചത് ഒരു അനീതിയാണ് എൻ്റെ അടുത്ത് കാണിച്ചത്. പോലീസുകാരും കാണിച്ചത് ഇതേപോലെയാണ്. ഒരു ലേഡി പോലീസ് അവിടെ ഇല്ല, എന്നിട്ടും എൻ്റെ കുഞ്ഞുമ്മയെ അവർ വലിച്ച് ഇതാക്കി. അപ്പോൾ അതും അന്നേരം ഈ കുട്ടിയും അവരൊക്കെ അവിടെ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവിടെ തന്നെ അനാദ്യമായിട്ട് അവിടെ ഇട്ടു. അവർ സ്റ്റേഷനിലോട്ട് ഇല്ല, അവർ സ്റ്റേഷനിൽ കൊണ്ടുവന്നില്ല. അവർ പറയുന്നു നീയല്ല മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നീയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടത്, നീയുടെ നമ്മൾ ഇതാക്കാമെന്നൊക്കെ ചോദിച്ചിട്ടാണ് അവർ എന്നെ അങ്ങനെ പൊക്കിയെടുത്തിട്ട് കൊണ്ടുപോയത്. റിയാസ് ബോയ്ക്കാണ്.